Theorem 9.15 Chain Rule. Suppose E is an open set in Rn. F maps E into Rm. F is differentiable at x0 belongs to E. G maps an open set containing f of E into Rk, and G is differentiable at f of x0. Then the mapping F of E into Rk defined by F of x equal to G composite f of x is differentiable at x0, and f dash of x0 equal to g dash of f of x0 into f dash of x0. Then ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത് ഇ എന്നുള്ളത് ഒരു ഓപ്പൺ സെറ്റ് ഇൻ ആർ എൻ, എഫ് എന്നുള്ളത് ഇയിൽ നിന്ന് ആർ എമ്മിലേക്കുള്ള ഒരു ഫംഗ്ഷൻ, ആ ഒരു ഫംഗ്ഷൻ എക്സ് നോട്ട് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ജി എന്നുള്ളത് എഫ് ഓഫ് ഇനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റിൽ നിന്ന് ആർ കെയിലേക്കുള്ള ഒരു മാപ്പിംഗ്. ജി എന്നുള്ളത് എഫ് ഓഫ് എക്സ് നോട്ട് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ്. ദെൻ ഒരു പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ് ക്യാപിറ്റൽ എഫ് എന്നുള്ളത് ഇയിൽ നിന്ന് ആർ കെയിലേക്ക്. ഇങ്ങനെയാണ് അത് രണ്ടിൻ്റെയും കോമ്പോസിഷൻ, അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ്. ദെൻ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നുള്ളത് എക്സ് നോട്ട് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ് എന്നും എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്നുള്ളത് ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്, ഇത് രണ്ടുമാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ആർ എച്ച് എസ് എന്നുള്ളത് രണ്ട് ലീനിയർ ട്രാൻസ്ഫർമേഷൻസിൻ്റെ പ്രൊഡക്റ്റാണ്. കാരണം എഫ് എന്നുള്ള ഫംഗ്ഷൻ എക്സ് നോട്ട് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആർ എന്നിൽ നിന്ന് ആർ എമ്മിലേക്ക് ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് നമുക്ക് കിട്ടും ബൈ ഡെഫിനിഷൻ. അതുപോലെ തന്നെ ജി എന്നുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് നോട്ട് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആർ എമ്മിൽ നിന്നും ആർ കെയിലേക്ക് കിട്ടും. അത് രണ്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്, അത് എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റി യൂസ് ചെയ്തിട്ട്. അതുപോലെ സെക്കൻഡ് ലീനിയർ ട്രാൻസ്ഫർമേഷൻ ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട്, അത് ജിയുടെ എഫ് ഓഫ് എക്സ് നോട്ട് എന്നുള്ള പോയിന്റിലെ ഡിഫറൻഷ്യബിലിറ്റി യൂസ് ചെയ്തിട്ട് കിട്ടുന്ന രണ്ട് ട്രാൻസ്ഫർമേഷൻ. സോ അതിന് രണ്ടിൻ്റെയും പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ആർ എച്ച് എസ് എന്ന് പറഞ്ഞു എന്ന് മാത്രം. ദെൻ പ്രൂഫിലേക്ക് കിടക്കാം. വൈ നോട്ട് എന്നുള്ളത് എഫ് ഓഫ് എക്സ് നോട്ടായിട്ട് ചൂസ് ചെയ്യുക, അതായത് എഫ് ഓഫ് എക്സ് നോട്ടിനെ വൈ നോട്ട് എന്ന് വിളിക്കുക. ദെൻ എക്സ് നോട്ട് എന്നുള്ള പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ലീനിയർ ട്രാൻസ്ഫർമേഷനെ, അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ടിനെ എ എന്ന് വിളിക്കുന്നു. അതുപോലെ ബി എന്നുള്ളത് ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട്, അതായത് ജി ഡാഷ് ഓഫ് വൈ നോട്ട്. ദെൻ യു ഓഫ് എച്ചും വി ഓഫ് കെയും ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. യു ഓഫ് എച്ച് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് എ എച്ച്, ആൻഡ് വി ഓഫ് കെ ഈക്വൽ ടു ജി ഓഫ് വൈ നോട്ട് പ്ലസ് കെ മൈനസ് ജി ഓഫ് വൈ നോട്ട് മൈനസ് ബി കെ. For all h belongs to Rn and for all k belongs to Rm, for which f of x naught plus h and g of y naught plus k are defined. പറഞ്ഞു എച്ച് എന്നുള്ളത് സ്മോൾ ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് നോട്ട് എന്നുള്ളത് ഇയിലൊരു പോയിൻ്റ് ആണ്. സോ എക്സ് നോട്ട് പ്ലസ് എച്ചും ഇയിലെ മെമ്പറായിട്ട് വരുന്ന തരത്തിലുള്ള എച്ചുകളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അത് അങ്ങനെ ആയാൽ മാത്രമാണ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് എന്നുള്ളത് ഡിഫൈൻഡ് ആയിരിക്കുക. ഇ എന്നുള്ളത് ഓപ്പൺ ആയതുകൊണ്ട് ഇതുപോലെ എച്ചുകൾ നമുക്ക് പോസിബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ എഫ് ഓഫ് ഇനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റാണ് ജിയുടെ ഡൊമെയിൻ, സോ അതും ഓപ്പൺ ആണ്. സോ വൈ നോട്ട് പ്ലസ് കെ എന്നുള്ളത് ആ ഒരു ഡൊമെയിനിൽ പെടുന്ന വിധത്തിലുള്ള കെകളുടെ കളക്ഷൻ, അതിനെല്ലാറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ വി ഓഫ് കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദെൻ ഇക്വേഷൻ 2 പറഞ്ഞിട്ടുള്ളത് എ എന്നുള്ളത് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്നാണ്. സോ ഡിഫറൻഷ്യബിലിറ്റിയുടെ ഡെഫിനിഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ലിമിറ്റ് എച്ച് ടെൻഡ് ടു 0 മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് എ എച്ച് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എച്ച് ഈക്വൽ ടു 0. ദെൻ ന്യൂമറേറ്ററിലുള്ളത് യു ഓഫ് എച്ചിൻ്റെ ഡെഫിനിഷനാണ്. സോ അതിൽ നിന്നും ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 മോഡുലസ് ഓഫ് യു ഓഫ് എച്ച് ബൈ മോഡുലസ് ഓഫ് എച്ച് ഈക്വൽ ടു 0. ദെൻ മോഡുലസ് ഓഫ് യു ഓഫ് എച്ച് ബൈ മോഡുലസ് ഓഫ് എച്ച് എന്നുള്ളതിനെ എപ്സിലോൺ എച്ച് എന്ന് വിളിക്കുകയാണെങ്കിൽ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എപ്സിലോൺ എച്ച് ഈക്വൽ ടു 0. ദെൻ അതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് യു ഓഫ് എച്ച് ഈക്വൽ ടു എപ്സിലോൺ എച്ച് ഇൻറ്റു മോഡുലസ് ഓഫ് എച്ച്, വേർ എപ്സിലോൺ എച്ച് ടെൻഡിങ് ടു 0 ആസ് എച്ച് ടെൻഡിങ് ടു 0. സിമിലർലി മോഡുലസ് ഓഫ് വി ഓഫ് കെ ഈക്വൽ ടു ഈറ്റ ഓഫ് കെ ഇൻറ്റു മോഡുലസ് ഓഫ് കെ, വേർ ഈറ്റ ഓഫ് കെ ടെൻഡിങ് ടു 0 ആസ് കെ ടെൻഡിങ് ടു 0. ദെൻ ഒരു ഫിക്സഡ് എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് പുട്ട് കെ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്. നമുക്കറിയാം കെ എന്നുള്ളത് ആർ എമ്മിലൊരു മെമ്പറാണ്. ജി ഓഫ് വൈ നോട്ട് പ്ലസ് കെ എന്നുള്ളത് ഡിഫൈൻഡ് ആയിട്ട് വരുന്ന ആർ എമ്മിലെ മെമ്പേഴ്സാണ് കെയുടെ വാല്യൂസ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. എഫ് എന്നുള്ള ഫംഗ്ഷൻ ഇയിൽ നിന്ന് ആർ എമ്മിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ്. അതുകൊണ്ട്
എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ചും എഫ് ഓഫ് എക്സ് നോട്ടും ആർ എമ്മിലെ മെമ്പേഴ്സാണ്. സോ അതിൻ്റെ ഡിഫറൻസും ആർ എമ്മിലൊരു മെമ്പർ ആയിരിക്കും. ദെൻ യു ഓഫ് എച്ചിൻ്റെ ഡെഫിനിഷനിൽ നിന്നും നമുക്ക് കെ എന്നുള്ളത് യു ഓഫ് എച്ച് പ്ലസ് എ ഓഫ് എച്ച് എന്ന് കിട്ടും. ദെൻ നോം ഓഫ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് യു ഓഫ് എച്ച് പ്ലസ് നോം ഓഫ് എ എച്ച്. ഇവിടെ എല്ലാം നൊട്ടേഷൻ മോഡുലസ് ആണ് തന്നിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലുള്ളത് മോഡുലസ് ഓഫ് കെ എന്നുള്ളത് ആർ എമ്മിലെ നോമാണ്. അതുപോലെ യു ഓഫ് എച്ചും എ ഓഫ് എച്ചും എല്ലാം കറസ്പോണ്ടിങ് സ്പേസിലെ, അതായത് കറസ്പോണ്ടിങ് ആർ എം ഏതാണോ സ്പേസ് അതിലെ നോംസാണ് ഇവിടെ. എല്ലാറ്റിൻ്റെയും നൊട്ടേഷൻ സെയിം തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ നോം മാത്രമാണ് നോം എന്നുള്ള നൊട്ടേഷൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാറ്റിനും മോഡ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നോമിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് എച്ച് പ്ലസ് എപ്സിലോൺ എച്ച് ഇൻറ്റു മോഡുലസ് ഓഫ് എച്ച്. അത് എപ്സിലോൺ എച്ച് പ്ലസ് മോഡുലസ് ഓഫ് എച്ച് എന്നുള്ളത് മോഡുലസ് ഓഫ് യു ഓഫ് എച്ച് ആണ്. അത് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇക്വേഷൻ 4. ദെൻ മോഡുലസ് ഓഫ് എ എച്ച് എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ ഇൻറ്റു മോഡുലസ് ഓഫ് എച്ച് ആണ്. നമ്മൾ ഓൾറെഡി മുൻപ് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ കിട്ടിയത്. ദെൻ മോഡുലസ് ഓഫ് എച്ച് എന്നുള്ളത് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും മോഡുലസ് ഓഫ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ പ്ലസ് എപ്സിലോൺ എച്ച് ഇൻറ്റു മോഡുലസ് ഓഫ് എച്ച്. ദെൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് ബി എ എഫ് എച്ച് എന്നുള്ളത് എന്താണെന്ന് നോക്കാം. ബൈ ഡെഫിനിഷൻ വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് ബി എ ഓഫ് എച്ച്. ദെൻ കെ എന്നുള്ളത് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്. സോ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് ഈക്വൽ ടു കെ പ്ലസ് എഫ് ഓഫ് എക്സ് നോട്ട്. ദെൻ എഫ് ഓഫ് എക്സ് നോട്ടിനെയാണ് നമ്മൾ വൈ നോട്ട് എന്ന് നൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത്. സോ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് ഈക്വൽ ടു കെ പ്ലസ് വൈ നോട്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് കെ പ്ലസ് വൈ നോട്ട് മൈനസ് ജി ഓഫ് വൈ നോട്ട് മൈനസ് ബി എ ഓഫ് എച്ച്. ദെൻ വി ഓഫ് കെയുടെ ഡെഫിനിഷനിൽ നിന്നും വിച്ച് ഇസ് ഈക്വൽ ടു വി ഓഫ് കെ പ്ലസ് ബി കെ മൈനസ് ബി എ ഓഫ് എച്ച്. ബി എന്നുള്ളത് ലീനിയർ ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു ബി ഓഫ് കെ മൈനസ് എ എച്ച് പ്ലസ് വി ഓഫ് കെ. ദെൻ യു ഓഫ് എച്ചിൻ്റെ ഡെഫിനിഷനിൽ നിന്നും നമുക്കറിയാം യു ഓഫ് എച്ച് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് എ എച്ച് ആണ്. കെ എന്നുള്ളത് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്. അത് രണ്ടും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കെ മൈനസ് എ എച്ച് എന്നുള്ളത് യു ഓഫ് എച്ച് ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു ബി ഓഫ് യു ഓഫ് എച്ച് പ്ലസ് വി ഓഫ് കെ. ദെൻ രണ്ട് സൈഡും മോഡുലസ് വാല്യൂ എടുക്കുക. സോ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി യൂസ് ചെയ്യുമ്പോൾ, നോമിൻ്റെ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് ബി എ ഓഫ് എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി ഓഫ് യു ഓഫ് എച്ച് പ്ലസ് മോഡുലസ് ഓഫ് വി ഓഫ് കെ. ദെൻ ബി എന്നുള്ളത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. സോ അതിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ബി ഇൻറ്റു മോഡുലസ് ഓഫ് യു ഓഫ് എച്ച് പ്ലസ് മോഡുലസ് ഓഫ് വി ഓഫ് കെ. ദെൻ മോഡുലസ് ഓഫ് യു ഓഫ് എച്ച് എന്നുള്ളത് എപ്സിലോൺ എച്ച് ഇൻറ്റു മോഡുലസ് ഓഫ് എച്ച് ആണ്. അത് ഇക്വേഷൻ 4 അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു നോം ബി ഇൻറ്റു എപ്സിലോൺ എച്ച് ഇൻറ്റു മോഡുലസ് ഓഫ് എച്ച്. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് വി ഓഫ് കെ എന്നുള്ളത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഈറ്റ എഫ് കെ ഇൻറ്റു മോഡുലസ് ഓഫ് കെ. അത് ഇക്വേഷൻ 5 അത് രണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിതുപോലെ കിട്ടുന്നത്. ദെൻ മോഡുലസ് ഓഫ് കെ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ പ്ലസ് എപ്സിലോൺ എച്ച് ഇൻറ്റു മോഡുലസ് ഓഫ് എച്ച്. അത് ഇക്വേഷൻ 6 അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗിവൻ ക്വാണ്ടിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ബി ഇൻറ്റു എപ്സിലോൺ എച്ച് ഇൻറ്റു മോഡുലസ് ഓഫ് എച്ച് പ്ലസ് ഈറ്റ ഓഫ് കെ ഇൻറ്റു നോം എ പ്ലസ് എപ്സിലോൺ എച്ച് ഇൻറ്റു മോഡുലസ് ഓഫ് എച്ച്. ദെൻ ലെഫ്റ്റ് സൈഡ് നോൺ നെഗറ്റീവ് ആണ്. അതുപോലെ തന്നെ ത്രൂ ഔട്ട് മോഡുലസ് ഓഫ് എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് ബി ഓഫ് എച്ച് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അവിടെ ന്യൂമറേറ്ററിൽ നിന്നും മോഡുലസ് ഓഫ് എച്ച് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. സോ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ബി പ്ലസ് എപ്സിലോൺ എച്ച് പ്ലസ് ഈറ്റ ഓഫ് കെ ഇൻറ്റു നോം എ പ്ലസ് എപ്സിലോൺ എച്ച് ഇൻറ്റു മോഡുലസ് ഓഫ് എച്ച് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എച്ച്. ദെൻ ഇക്വേഷൻ 4 5 യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആർ എച്ച് എസ് ടെൻഡിങ് ടു 0 എന്ന് കിട്ടും ആസ് എച്ച് ടെൻഡിങ് ടു 0. സോ ലിമിറ്റ് എച്ച് ടെൻഡ് ടു 0 മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് ബി ഓഫ് എച്ച് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എച്ച് ഈക്വൽ ടു 0. ദെൻ
ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഡെഫിനിഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ബി എ. സോ ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന വിധത്തിലുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ എഫിൻ്റെ ഡെറിവേറ്റീവ് അറ്റ് എക്സ് നോട്ട് എന്ന് വിളിക്കാറ്. സോ അതിൽ നിന്നും നമുക്ക് കിട്ടും എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ബി എ. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്.